ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഓണം ഇത് എത്താറായി. 26-ാം തീയതിയാണ് ഓണം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാനിങ്ങും പ്രിപ്പറേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഇങ്ങനെ പ്ലാൻ ചെയ്യണത്. ഇനി നമ്മളെ സഹായിക്കാനായിട്ടും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്ലാനിങ് നമുക്ക് ആ ഒരു ദിവസം തിരക്കും ബഹളമൊക്കെ ഒഴിവാക്കാം. മാത്രമല്ല നമുക്കും ഓണം നല്ലതായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ ഫുൾ ടൈം നിന്ന് സദ്യ കഴിക്കാതിരിക്കുമ്പോഴേക്കും എനിക്കെന്തോ അതൊരു മടുപ്പാണ്. എനിക്ക് ഓണത്തിൻ്റെതായ രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കണം. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പൂക്കളം ഇടലും ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഓണസദ്യ പ്രിപ്പറേഷൻ അതും ചെയ്യണം. എല്ലാം എൻജോയ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കെല്ലാം ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ പ്ലാനിങ്ങും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഓണസദ്യക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം എന്നുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഞാൻ കറികളൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരുവിധം ഐറ്റംസ്, കുറേയല്ല, ഒരുവിധ ഐറ്റംസും നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഏകദേശം ഇഷ്ടപ്പെട്ട ഐറ്റംസും. അപ്പോൾ ചില കറികൾ ചിലവർക്ക് ഭയങ്കര പ്രിഫറൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കുറേ ഉണ്ടാക്കി കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കണേലല്ല കാര്യം, ഉള്ളത് നല്ല ടേസ്റ്റായിട്ട് സ്വസ്ഥമായിട്ട് സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാൻ ഐറ്റംസ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം അച്ചാർ, ഇഞ്ചമ്പുളി, കാളൻ, പൈനാപ്പിൾ പച്ചടി, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, തോരൻ, വെള്ളക്കറി എന്ന് വെച്ചാൽ പൊട്ടാറ്റോ ചേർത്തിട്ടുള്ള ആ ടൈപ്പ് വെള്ളക്കറിയാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഈ കറികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പായസം, അത് പാലട പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു തരം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ പപ്പടം, കായ വറുത്തത്, ശർക്കര വരട്ടി എന്നിങ്ങനെയുള്ള ഐറ്റംസൊക്കെ സൈഡായിട്ട് വെക്കാനുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ ഓണസദ്യക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കുറേ നേരം നിന്ന് അടുക്കളയിൽ നിൽക്കേണ്ട, കുറേ കാര്യങ്ങൾ വേറെയും ചെയ്യാനുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇത്ര ഐറ്റംസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഇതിലൊക്കെ സ്പീഡിലാവുമ്പോൾ കുറേ ഐറ്റംസൊക്കെ പറ്റുമായിരിക്കാം കേട്ടോ. ഞാൻ എത്ര ചെയ്യണുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചെയ്യാറുള്ളത്, എനിക്കിതിലെല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഓരോ തവണയും നമ്മൾ ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ വട്ടത്തെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. പ്രാക്ടീസ് നല്ല പെർഫെക്ഷൻ ആക്കുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ പുതിയ വീഡിയോസ് യൂട്യൂബിൽ ഈ റെസിപ്പീസിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നോക്കിയിട്ട് അതിൽ നല്ല എന്തെങ്കിലും ട്രിക്സോ അങ്ങനെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണാറുണ്ട്. അതിൽ നല്ലത് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ റെസിപ്പീസ് ഫുള്ളായിട്ടും എഴുതി വെക്കും. അപ്പോൾ നല്ല കമൻസ് ഒക്കെ എഴുതിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിലാണ് അത് ഞാൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതെല്ലാം എൻ്റെ ഈ ബുക്കിലേക്ക് എല്ലാതും എഴുതി വെച്ച ശേഷം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഈ നല്ല വീഡിയോസ് ഉണ്ടല്ലോ, അത് ഞാൻ പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓണം റെസിപ്പീന്ന് എഴുതി വെച്ചിട്ട് ഞാൻ മാത്രമുള്ള ഗ്രൂപ്പിൽ കേട്ടോ. അതിലേക്ക് ഞാൻ ഈ റെസിപ്പീസ് എല്ലാതും ഷെയർ ചെയ്ത് വെക്കും. അപ്പോൾ അതിലെല്ലാത്തിൻ്റെയും ഓരോന്ന് വെച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ അനാവശ്യമുള്ളത് മുഴുവൻ കൊണ്ടിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. നല്ലത് മാത്രം അതിലേക്ക് കൊണ്ട് പോസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വെജിറ്റേറിയൻ, നോൺ വെജ്, സ്നാക്സ് ഐറ്റംസിനൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാറ്. അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ മേടിക്കേണ്ടതല്ലാതും നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന റെസിപ്പീസിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ എഴുതി നേരത്തെ വെച്ചല്ലോ, അതിൽ നോക്കി ഈസി ആയിട്ട് കിട്ടും എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന്. നമ്മുടെ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ പോയി നോക്കാം എന്തെങ്കിലും ബാലൻസ് ഇരിക്കുന്നുണ്ടോ, അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഇരിക്കുന്നതിൽ പയർ വർഗ്ഗങ്ങൾ, പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. പൊടികൾ, സാമ്പാർ പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് പൊടിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതെല്ലാം പോയി നോക്കിയ ശേഷം നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റ് ഫുള്ളായിട്ടും എല്ലാ ഐറ്റംസും എഴുതുക. അപ്പോൾ അതിൽ ഒന്നും വിട്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പിന്നെ കടയിൽ പോകാമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചില ഐറ്റംസ് നമുക്ക് ആ സമയത്തേ മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളത് വിട്ടോ, ബാക്കി എല്ലാതും നമ്മൾ ഫുൾ ലിസ്റ്റ് എഴുതി വെച്ച ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് പോവാം. ഇനി നാലാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആദ്യം ഉണ്ടാക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കേടുവരാത്ത ഐറ്റംസ് അച്ചാർ, ഇഞ്ചമ്പുളി ഇതൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അതാദ്യം തന്നെ ഉണ്ടാക്കി വെക്കുക. എല്ലാം കൂടി അന്നത്തെ ദിവസത്തേക്ക് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി രണ്ടാമത്, തലേദിവസം ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. തലേദിവസം ഏത് കറികളെ നമുക്ക് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിൽ കാളൻ, അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടി ഇതൊക്കെ നമുക്ക് തലേദിവസം ഉണ്ടാക്കിയാലും കേടുകൂടാതിരിക്കുന്ന ഐറ്റംസാണ്. ഞാൻ എന്ത് ഐറ്റംസ് തലേദിവസം ഉണ്ടാക്കിയാലും അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. കാരണം എന്ന് വെച്ചാൽ അടുത്ത ദിവസം എടുത്ത് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഓണത്തിന് രാവിലെ ഓണത്തിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് സദ്യ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കറികളും കൂടി തലേദിവസം വൈകുന്നേരം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വൈകിട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അത് കുഴപ്പമുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ്. പച്ചക്കറി ഐറ്റംസ് അങ്ങനെ കുറേ നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെച്ചാൽ അത് കേട് വന്നു പോകുന്നൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ തലേദിവസം വൈകിട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ അതിൽ ഞാൻ
സാമ്പാർ, കൂട്ടുകറി, പിന്നെ ഇത് കാളൻ, പൈനാപ്പിൾ പച്ചടി എന്നിങ്ങനെയുള്ള 4 ഐറ്റംസ് ഞാൻ തലേദിവസം ചെയ്ത് വെക്കാനാണ് പ്ലാൻ. കാരണം എനിക്ക് അന്നത്തെ ദിവസം എല്ലാം കൂടി ചെയ്ത് തീർക്കാൻ പറ്റില്ല. എത്തുന്ന ടൈം നോക്കുമ്പോൾ എനിക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ തലേദിവസം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ചിലർ പറയും അയ്യോ അത് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളൊക്കെ പറഞ്ഞാലും നമ്മുടെ സൗകര്യം കൂടി നോക്കണം. രണ്ടാമത്തെ കാര്യമുള്ളത്, ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഇളക്കാതെ നന്നായി ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക, അല്ലെങ്കിൽ കേടുവരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അത് സ്റ്റോർ ചെയ്താലും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് അന്നത്തെ ദിവസം യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഐറ്റംസാണ് ഞാൻ തലേദിവസം ഉണ്ടാക്കണത്. പിറ്റത്തെ ദിവസമാണ് ഞാൻ ബാക്കിയുള്ള ഐറ്റംസ്, അതായത് അവിയൽ, വെള്ളക്കറി, പിന്നെ ഉപ്പേരി, മറ്റേ തോരൻ ഉണ്ടാക്കണതൊക്കെ അന്നത്തെ ദിവസം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ചില ഐറ്റംസ് തലേദിവസം ഉണ്ടാക്കാൻ പറ്റില്ല, ചിലപ്പോൾ കേട് വരാം. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് അങ്ങനെ തോന്നണ കറികൾ നമ്മൾ അന്നത്തെ ദിവസം ചെയ്യാം. ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ കൂടുതൽ ടിപ്പ് ഉണ്ടെങ്കിൽ. കാരണം ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ അല്ലാതെ അന്നത്തെ ദിവസം തന്നെ ചെയ്യാറ്. പക്ഷെ അന്നത്തെ ദിവസം ഇത് മുഴുവൻ അങ്ങോട്ട് കഴിഞ്ഞിട്ട് സദ്യക്കിരിക്കുമ്പോഴേ എനിക്ക് വിശക്കില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിരിക്കുമ്പോൾ ഭയങ്കര ടയേർഡ് ഫീലാണ് എനിക്ക്, എന്നെ സംബന്ധിച്ചിട്ട് കേട്ടോ. എനിക്കത് ആസ്വദിച്ച് കഴിക്കാൻ ശരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കേ പറ്റാറുള്ളൂ. ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ പൊതുവേ എനിക്ക് അങ്ങനെ. അപ്പോൾ അങ്ങനെ അതനുസരിച്ചൊരു പ്ലാൻ ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയോണ്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നു. ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാനിൽ ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ ഇതൊക്കെ ഫ്ലോപ്പ് ആവും. അപ്പോൾ നമുക്കറിയാം പ്ലാനിങ്ങേ ചെയ്യാൻ പറ്റുള്ളൂ, നടപ്പിലാക്കൽ അന്നത്തെ ദിവസം പോലെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ഫുൾ പ്ലാൻ സെറ്റാണ്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങളാണ്. പച്ചക്കറികൾ നമ്മൾ ഇന്നോ നാളെയായിട്ട് വാങ്ങണതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ഇതെല്ലാം നമുക്ക് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാം, തിരക്കടിക്കാണ്ട് സമാധാനത്തിൽ പോയിട്ട് ഇന്നും നാളേക്കാണെങ്കിൽ വാങ്ങാം. അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേദിവസം വരെ വെക്കുമ്പോൾ വിലകളും കൂടും, മാത്രമല്ല നമുക്കത് വാങ്ങാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടും തിക്കും തിരക്കും ബഹളമായിരിക്കും. കൃത്യമായിട്ട് അതെല്ലാം വാങ്ങി കഴിഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ പൂക്കളും നമുക്ക് നേരത്തെ കൂട്ടി വാങ്ങി വെക്കാം. അതിൻ്റെ ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്കറിയാലോ വിലകൾ കൂടും. നേരത്തെ കൂട്ടി വാങ്ങിയാൽ അത് ഫ്രിഡ്ജിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പൂക്കളൊക്കെ കേടുകൂടാതെ ഇരിക്കും. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് പൂക്കളത്തിൻ്റെ ഡിസൈൻ അത് ഏതാണെന്ന് ഇന്നോ നാളെയായിട്ട് എന്തായാലും നോക്കി വെക്കുക. അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ പൂ വാങ്ങാനല്ലോ. അപ്പോൾ അത് അനുസരിച്ച് പ്ലാൻ ചെയ്ത ശേഷം ഞങ്ങൾ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്നത് ചാർട്ട് പേപ്പറിൽ നമ്മൾ ഡിസൈൻ വരയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മെയിൻ ഡിസൈന്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അത് ചാർട്ട് പേപ്പറിലല്ല, ജസ്റ്റ് ഫ്ലോറിൽ തന്നെ വരച്ചിട്ട് ചെയ്ത്. ഇതാകുമ്പോൾ നമുക്ക് നേരത്തെ കൂട്ടി വരച്ചും വെക്കാം, നല്ല ഈസി ആയിട്ട് ഇവിടെ ഇരുന്ന് കൊണ്ട് തന്നെ വരയ്ക്കാം. പിന്നെ ഏതൊക്കെ കളേഴ്സ് വേണമെന്നുള്ളതെല്ലാം അതിൽ എഴുതിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് പോലും അതിൽ പൂക്കൾ ഈസി ആയിട്ട് ഇടാനും പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു ഡിസൈൻ, ടഫുള്ള ഡിസൈനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വരച്ച് ചെയ്യേണ്ടതാണ് എളുപ്പം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തൊരു ജോലി ചെയ്യുമ്പോഴും നമ്മൾ അതിൽ വേണം, അത് പെർഫെക്ഷൻ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യണം. കാരണം അവർ ചെയ്യുന്നത് ചിലപ്പോൾ അത്ര ഭംഗി ഇല്ലെങ്കിൽ പോലും നമുക്കെല്ലാം അറിയാമെന്നുള്ളതിൽ വിചാരിക്കാതെ എല്ലാവരോടും കൂടി ആ കാര്യം ചെയ്യുമ്പോഴാണ് ഓണം നന്നാവണത്. അത് നമ്മൾ കറികൾ വയ്ക്കുമ്പോഴായാലും പൂക്കളിടുമ്പോഴായാലും എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുവന്ന് അത് ചെയ്യാൻ എങ്ങനെയെങ്കിലും നോക്കണം. എന്നാലാണ് കുട്ടികളും ആ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറികളൊക്കെ നേരത്തെ കൂട്ടി അരിഞ്ഞു വയ്ക്കാൻ പറ്റുന്നത് നേരത്തെ അരിഞ്ഞു വെച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അതിൽ ചില പച്ചക്കറികൾ തലേദിവസം അരിഞ്ഞ് വെച്ചാൽ കറുത്ത് പോകുന്ന ടൈപ്പ് ഉണ്ട്. അത് വേണമെങ്കിൽ അന്നത്തെ ദിവസം അരിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അരിഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ചിലർ പറയും അരിഞ്ഞപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്, അങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും തിരക്കുള്ളവർ, ജോലിക്ക് പോകുന്നവർക്കൊക്കെ അതിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ സദ്യ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചുകൊണ്ടും ഒരു കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നാളികേരം ചിരണ്ടി വയ്ക്കൽ. അത് നല്ലൊരു പണിയുള്ളൊരു കാര്യമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് നാളികേരം വേണം. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മുടെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവരും നമ്മളും കൂടിയതായി ചിരണ്ടി ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ നാളികേരം തലേ ദിവസമാണ് ചിരണ്ടി വെക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓണത്തിൻ്റെ തലേ ദിവസമാണ് ചിരണ്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് വെച്ചാൽ മതി. എന്നാൽ 2 ദിവസം മുമ്പൊക്കെയാണ് ചിരണ്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണം, അല്ലെങ്കിൽ നാളികേരം കേടുവരും. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന നാളികേരം ഉപയോഗിക്കുമ്പോൾ 1-2 കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അരമണിക്കൂർ മുൻപെങ്കിലും ഫ്രീസറിൽ വെച്ച നാളികേരം നമ്മൾ പുറത്ത് വെക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ തണുപ്പ് മുഴുവനായിട്ടും പോയി സാധാരണ നമ്മുടെ നാളികേരത്തിൻ്റെ പോലെ ആവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐസ് പിടിച്ചിരിക്കും. അത് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുകയാണെങ്കിൽ ഒരു നെയ്യ് പോലെ വരും. അപ്പോൾ അത് അത്ര നല്ലതല്ല. അതിനെക്കാട്ടും നല്ലത് എപ്പോഴും അരമണിക്കൂർ മുൻപ് പുറത്ത് വെച്ച് തണുപ്പ് ഫുൾ പോയ ശേഷം ഉപയോഗിക്കുക. 2, നമ്മൾ നേരിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നാളികേരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാനും നാളികേരപ്പാൽ തയ്യാറാക്കാനായാലും ഫ്രീസറിൽ നിന്ന് എടുത്ത നാളികേരത്തിൽ ഇങ്ങനെ നേരിയ ചൂടുവെള്ളം ഉപയോഗിച്ച് അരയ്ക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അത് പാലൊക്കെ കിട്ടും. പിന്നത്തെ ഒരു കാര്യമുള്ളത്, നമ്മൾ പായസത്തിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നാളികേരം ഫ്രഷായിട്ട് ചിരണ്ടണതാവും നല്ലത്. കറികളിലേക്കാണ് ഞാൻ കൂടുതലും നാളികേരം ഫ്രീസറിൽ വെച്ച നാളികേരം ഉപയോഗിക്കുന്നത്. പായസത്തിന് ഫ്രഷ് നാളികേരം എടുക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാളികേരത്തിൻ്റെ കാര്യം. ഇനി അടുത്തത് കടല, പയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ. അന്ന് ഓണത്തിൻ്റെ അന്ന് നമ്മൾ കൂട്ടുകറി, ഓലൻ എന്നിങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ആ ഐറ്റംസ് നേരത്തെ കൂടി ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓണത്തിന് ഓണസദ്യയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ കാര്യം കൂടി നോക്കണം. നമ്മൾ എന്ത് ഡ്രസ്സാണ് ഇടുന്നതെന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം, അതിനുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ മാച്ചിങ് ആയിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പഴയ സാരി ആയാലും സാരമില്ല, ഓണക്കോടി ആയിട്ട് നമ്മുടെ സെറ്റ് സാരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉടുത്ത് നല്ല സുന്ദരികളായിട്ട് നമ്മൾ അന്നത്തെ ദിവസം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഓണമൊന്നുമില്ല, നമുക്ക് ഓഫീസിൽ പോകാനില്ല അതൊന്നും വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് എവിടെയും പോയി ഈ ഡ്രസ്സൊക്കെ ആര് കാണാനാ എന്നുള്ള ചിന്തയല്ലല്ലോ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് സെറ്റാവുക, അങ്ങനെ ഓണം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓണം നന്നാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ നമുക്കിരിക്കാം. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ പ്ലാനിന് വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കാം, പറയാനൊന്നും പറ്റില്ല, പക്ഷേ പ്ലാനിങ് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം നേരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.